നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ പോയി ജോലി ചെയ്യാനും അവിടെ സ്ഥിരതാമസമാക്കാനും ആഗ്രഹിക്കുന്ന IT പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് H1B വിസ. എന്നാൽ ഇപ്പോൾ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ ഇന്റർനാഷണൽ പ്രൊഫഷണലുകളെ, പ്രത്യേകിച്ച് ഇന്ത്യൻ IT ജീവനക്കാരെ വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന ഒന്നാണ്. 2027 സാമ്പത്തിക വർഷത്തെ H1B വിസ രജിസ്ട്രേഷനുകളിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 38% വന്നിടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറഞ്ഞ ശമ്പളമുള്ള വിദേശ ജീവനക്കാരെ കൂട്ടത്തോടെ എത്തിക്കുന്ന രീതി അവസാനിപ്പിക്കാനും ഉയർന്ന ശമ്പളമുള്ള US ബിരുദമുള്ള പ്രൊഫഷണലുകൾക്ക് മുൻഗണന നൽകാനുമുള്ള പുതിയ കർശന നിയമങ്ങളാണ് ഈ വലിയ മാറ്റത്തിന് കാരണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ പുതിയ നിയമങ്ങൾ ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി തന്നെ നോക്കാം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇത്തവണ H1B വിസ രജിസ്ട്രേഷനുകളുടെ എണ്ണത്തിൽ വൻ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 2026 സാമ്പത്തിക വർഷത്തിൽ 3,43,981 രജിസ്ട്രേഷനുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2027 സാമ്പത്തിക വർഷത്തിൽ അത് വെറും 2,11,600 ചുരുങ്ങി. അതായത് ഏകദേശം 38.5% ഇടിവ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു കുറവുണ്ടായത്? നമുക്ക് നോക്കാം. ഇത്രയും വലിയൊരു കുറവുണ്ടാകാനുള്ള കാരണവും US ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശ തൊഴിലാളികളെ എത്തിക്കാൻ ഈ പ്രോഗ്രാം ഉപയോഗിച്ചിരുന്നു. വലിയ രീതിയിലുള്ള ദുരുപയോഗം പല ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് US ഭരണകൂടം കണ്ടെത്തിക്കഴിഞ്ഞു എന്ന് ഇമിഗ്രേഷൻ വകുപ്പ് പറഞ്ഞു. എന്നാൽ പുതിയ അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ ഭാഗമായി ഈ ദുരുപയോഗം പൂർണ്ണമായും തടയാൻ അവർക്ക് സാധിച്ചു. ഏറ്റവും മികച്ച പ്രതിഭകളെയും ഉയർന്ന ശമ്പളം ലഭിക്കുന്നവരെയും ആകർഷിക്കുക എന്നതാണ് പുതിയ ലക്ഷ്യം. ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകരുടെ പ്രൊഫൈൽ പരിശോധിച്ചാൽ മറ്റൊരു വലിയ മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇമിഗ്രേഷൻ വകുപ്പ് പറയുന്നു. ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ 71.5% പേരും US യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദമോ അതിനു മുകളിലുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയവരോ ആണ്. കഴിഞ്ഞ വർഷം ഇത് 57% മാത്രമായിരുന്നു. അതായത് USൽ തന്നെ പഠിച്ച ഉയർന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇപ്പോൾ വിസ ലഭിക്കാൻ കൂടുതൽ സാധ്യത. അതുപോലെ തന്നെ കുറഞ്ഞ ശമ്പള വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകരുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടായി. ഈ സീസണിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ വെറും 17.7% മാത്രമാണ് ഏറ്റവും കുറഞ്ഞ ശമ്പള പരിധിയിലുള്ളത്. കുറഞ്ഞ വേതനമുള്ള വിദേശ തൊഴിലാളികളെ കമ്പനികൾ കൊണ്ടുവരുന്ന വഴി അടച്ചതായി US ഭരണകൂടം പറയുന്നു. ഇത്രയും വലിയ മാറ്റത്തിന് കാരണമായത് US ഭരണകൂടം കൊണ്ടുവന്ന പുതിയ സെലക്ഷൻ രീതിയാണെന്ന് അധികാരികൾ പറഞ്ഞു. മുൻപുണ്ടായിരുന്ന നറുക്കെടുപ്പ് രീതിക്ക്, അതായത് റാൻഡം ലോട്ടറി സിസ്റ്റത്തിന് പകരം ഒരു വെയ്റ്റഡ് സെലക്ഷൻ പ്രോസസ്സാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് അപേക്ഷകന് ലഭിക്കുന്ന ശമ്പളത്തിന്റെ ലെവൽ നോക്കിയാണ് വിസ അനുവദിക്കുന്നത്. ഇതിൽ ഏറ്റവും ഉയർന്ന ശമ്പള പരിധിയായ വേജ് ലെവൽ 4 അപേക്ഷകർക്കാണ് ഏറ്റവും ഉയർന്ന മുൻഗണന ലഭിക്കുക. കൂടാതെ ദുരുപയോഗം തടയുന്നതിനായി ചില പുതിയ പെറ്റീഷനുകൾക്ക് $1,00,000 വരെ കനത്ത ഫീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ ഇന്ത്യൻ പ്രൊഫഷണലുകളെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. വർഷങ്ങളായി H1B വിസ നേടുന്നവരിൽ 70%-ലധികം ആളുകളും ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ എഞ്ചിനീയർമാർക്കും IT ജീവനക്കാർക്കും USലേക്ക് വരാനുള്ള പ്രധാന മാർഗമായിരുന്നു ഈ H1B വിസ. എന്നാൽ പുതിയ നിയമങ്ങൾ പ്രകാരം IT സർവീസ് കമ്പനികൾ വഴി എൻട്രി ലെവൽ, മിഡ് ലെവൽ തസ്തികകളിലേക്ക് കുറഞ്ഞ ശമ്പളത്തിൽ USലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇതിനു പുറമെ നിലവിൽ അമേരിക്കയിൽ H1B വിസയിൽ ജോലി ചെയ്യുന്നവരും പഠനം കഴിഞ്ഞ് OPT പ്രോഗ്രാമുകളിൽ ഉള്ളവരും കടുത്ത പരിശോധനകൾ നേരിടുന്നുണ്ട്. വിസ ഇന്റർവ്യൂകൾക്കുള്ള താമസം, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കൽ തുടങ്ങിയ കർശന നടപടികളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. US H1B വിസ രംഗം പൂർണ്ണമായും മാറിമറിഞ്ഞിരിക്കുകയാണ്. ലോട്ടറി സിസ്റ്റത്തിൽ നിന്ന് മാറി മികച്ച വിദ്യാഭ്യാസമോ ഉയർന്ന ശമ്പളമോ ഉള്ളവർക്ക് മാത്രം വിസ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു.